എല്ലാവർക്കും ഒരു പുതിയ കോഴ്സിലോട്ട് സ്വാഗതം. ഈ കോഴ്സിൽ നമ്മൾ MySQLനെ കുറിച്ച് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ബേസിക് ലെവലിൽ MySQLനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, എന്താണ് ഒരു ഡാറ്റ, എന്താണ് ഒരു ഡാറ്റാബേസ്, അതേപോലെ എന്താണ് ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, എങ്ങനെയാണ് MySQL ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ ഡാറ്റ തിരിച്ചെടുക്കാം, അതുപോലെ മൾട്ടിപ്പിൾ ടേബിൾസ് ഉള്ള ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ആ ടേബിളുകൾക്ക് ഇടയിലുള്ള റിലേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഡാറ്റ വാലിഡേഷന് വേണ്ടി കൺസ്ട്രെയിൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് എങ്ങനെ ആഡ് ചെയ്യാം, അതുകൂടാതെ എങ്ങനെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം, വാലിഡേറ്റ് ചെയ്യാം, അത്തരം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഈ മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ് ഡാറ്റ, എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതേപോലെ എന്താണ് ഡാറ്റാബേസ്. ഈ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഡാറ്റ എന്ന് നോക്കാം. ഈ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ data is a collection of raw facts, figures or symbol that can be processed to produce meaningful information. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ, നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഇൻഫർമേഷനെയാണ് സാധാരണഗതിയിൽ ഡാറ്റ എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെയൊക്കെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന സമയത്ത് സ്റ്റുഡൻറ്റിൻ്റെ പേര്, അതേപോലെ ഗ്രേഡ്, ഇത്തരം ഇൻഫർമേഷനെ നമുക്കൊരു ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ പേര്, അതേപോലെ അവരുടെ ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ, ഇത്തരം ഇൻഫർമേഷനൊക്കെ നമുക്ക് ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത്തരം ഡാറ്റ നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞു, സ്റ്റുഡൻസിൻ്റെ പേര്, അതേപോലെ അവരുടെ ഗ്രേഡ്, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പേര്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ കൺട്രി, അവരുടെ ക്യാപിറ്റൽ, ഇത്തരം ഇൻഫർമേഷൻ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നതിനാണ് ഡാറ്റ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇത്തരം ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഫ്യൂച്ചറിൽ ഇത്തരം ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഡാറ്റ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഫർമേഷൻ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഇൻഫർമേഷനെയാണ് ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡാറ്റാബേസ് എന്താണെന്ന് നോക്കാം. ഡാറ്റ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ഇൻഫർമേഷൻ, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഇൻഫർമേഷനെയാണ് ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്തരം ഇൻഫർമേഷൻ്റെ ഒരു കളക്ഷൻ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നതിനാണ് ഡാറ്റ ബേസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇത്തരം ഡാറ്റ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഡാറ്റയെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്തെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരിക? മെയിനായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റണം, അതേപോലെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡാറ്റ തിരിച്ചെടുക്കാൻ പറ്റണം, അതേപോലെ ആ ഡാറ്റാബേസിനെ നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്തരം സിസ്റ്റമാറ്റിക്കായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമ്മുടെ ഡാറ്റ വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനാണ് ഡാറ്റ ബേസ് എന്ന് പറയുന്നത്. ഇത്തരം ഡാറ്റാബേസിന് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂളൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡാറ്റാബേസ് ഉണ്ടാവും. മിക്കപ്പോഴും ഒരു സ്കൂളിലെ ഡാറ്റാബേസ് നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തൊക്കേണ്ടി വരും, ടീച്ചേഴ്സിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തൊക്കേണ്ടി വരും, ക്ലാസ്സിൻ്റെ ഇൻഫർമേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, അത്തരം നിരവധി കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്തൊക്കേണ്ടി വരും. അപ്പോൾ ഈ ഡാറ്റയൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഡാറ്റാബേസ്, ഒരു സ്കൂളിലെ ഡാറ്റാബേസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം. ഇപ്പം നമ്മൾ സ്കൂളിലെ ഒരു ഡാറ്റാബേസ്, അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടി ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് വരും, ടീച്ചേഴ്സിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് വരും, അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ കോഴ്സ് അല്ലെങ്കിൽ ക്ലാസ്, അറ്റൻഡൻസ്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് വരും. ഇപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ടേബിളാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് കരുതുക. ഇവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡാറ്റാബേസ് പലതരത്തിലുള്ള ഡാറ്റാബേസ് ഉണ്ട്. അതിന് മെയിനായിട്ട് രണ്ട്
കാറ്റഗറി ഉണ്ട്. ഒന്ന് റിലേഷണൽ ഡാറ്റാബേസ്, രണ്ടാമത്തെ നോൺ റിലേഷണൽ ഡാറ്റാബേസ്. റിലേഷണൽ ഡാറ്റാബേസ് വരുന്ന സമയത്ത് നമ്മുടെ ഡാറ്റാബേസിനെ നമ്മളൊരു ടേബിളിൻ്റെ ഫോർമാറ്റിലായിരിക്കും യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക. നോൺ റിലേഷണൽ വരുന്ന സമയത്ത് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ റിലേഷണൽ ഡാറ്റാബേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഒരു ടേബിൾ ഫോർമാറ്റിലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. ഇപ്പം നമ്മൾ MySQL കുറിച്ചുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ MySQL ഒരു റിലേഷണൽ ഡാറ്റാബേസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഡാറ്റാബേസ് അല്ലെങ്കിൽ ടേബിൾസൊക്കെ ഡാറ്റാബേസ് ഒരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും. ഇപ്പം നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ ടേബിൾ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് സ്റ്റുഡൻറ്റിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ 3 കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒന്ന് സ്റ്റുഡൻറ്റിൻ്റെ ID, ദെൻ സ്റ്റുഡൻറ്റിൻ്റെ പേര്, അതുകൂടാതെ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇങ്ങനെ 3 ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ടേബിൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ടേബിളിൽ ഈ 3 കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളായിരിക്കും ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേബിളിനകത്ത് 3 കോളം ഉണ്ടായിരിക്കും. ഫസ്റ്റ് കോളത്തിനകത്ത് സ്റ്റുഡൻറ്റ് ID, ദെൻ സ്റ്റുഡൻറ്റിൻ്റെ പേര്, അതുകൂടാതെ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇങ്ങനെ 3 കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കൊരു റിക്വയർമെൻറ്റ് കുറച്ച് മാറ്റം വരുത്തി. നമുക്ക് 4 കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ 4 ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തെടുക്കണം എന്ന് വിചാരിക്കാം. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടേബിളിലും 4 കോളം ഉണ്ടായിരിക്കണം. ഈ 4 കോളത്തിൽ ഫസ്റ്റ് കോളത്തിൽ സ്റ്റുഡൻറ്റിൻ്റെ ID, ദെൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ലാസ്റ്റ് കോളത്തിൽ ജെൻഡർ. ഇനിയിപ്പോൾ ഫോൺ നമ്പറും കൂടി സ്റ്റോർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടേബിളിൽ 5 കോളം ഉണ്ടായിരിക്കണം. അതുകൂടാതെ അഡ്രസ്സ് അല്ലെങ്കിൽ അതർ ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്തെടുക്കണമെങ്കിൽ ഏതൊക്കെ ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്തെടുക്കുന്നത് അത്രയും അതിനനുസരിച്ചുള്ള കോളംസ് നമ്മുടെ ടേബിളിനകത്ത് വേണം. ഇനിയിപ്പോൾ ഒരു ടേബിൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ 4 കോളമുള്ള ഒരു ടേബിൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന് കരുതുക. അത് കഴിഞ്ഞ് അതിലോട്ട് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം? ഓരോ റോ ആയിട്ട് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് എന്താക്കാം, ഒരു റോ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. സ്റ്റുഡൻറ്റ് ID 1, അവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ. ഇനി അടുത്ത സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് എന്താക്കാൻ പറ്റും, അതൊരു മറ്റൊരു റോ ആയിട്ട് ഇതേ ടേബിളിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ മറ്റൊരു റോ ആയിട്ട് സേവ് ചെയ്ത്. ഇനിയിപ്പോൾ ഒരു തേർഡ് സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിലോ അത് നമുക്കൊരു പുതിയ റോ ആയിട്ട് ഇതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് മില്യൺസ് കണക്കിന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻ ഒരൊറ്റ ടേബിളിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യേണ്ടത് ഏത് സ്ട്രക്ചർ അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അതിന് പറ്റുന്ന ഒരു ടേബിളായിരിക്കും ഡിസൈൻ ചെയ്യുക. ഇവിടെ ഇപ്പം നമ്മൾ 4 കോളമാണ് അല്ലെങ്കിൽ 4 ഇൻഫർമേഷനാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ടേബിളിനകത്ത് 4 കോളം വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യും. ഇനിയിപ്പോൾ 6 കോളം വേണമെങ്കിൽ, അതായത് ഫോൺ നമ്പറും അഡ്രസ്സും വേണമെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ പേരും അഡ്രസ്സും മാത്രം മതിയെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാം. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഓരോ ടേബിളിനകത്തെ കോളംസും വ്യത്യാസം വരും, അതിനകത്തെ ഡാറ്റയും വ്യത്യാസം വരും, ഡാറ്റ ടൈപ്സും വ്യത്യാസം വരും. പക്ഷേ ബേസിക്കായിട്ട് ഇത്രമാത്രം അറിഞ്ഞിരിക്കുക, ഒരു ടേബിളിനകത്ത് നമ്മൾ എന്ത് ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്യുന്നത് അതിന് പറ്റുന്ന ഒരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഡിസൈനിലായിരിക്കും ആ ടേബിൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.